കൊച്ചിയിൽ നിന്നുള്ള ഒരു സൈബർ തട്ടിപ്പ് വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത്. ആരാണെന്നറിയാമോ ഇരയായത്? സംവിധായകൻ ജെറി അമൽദേവ്. സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നാണ് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് സംഘം സമീപിച്ചത്. 1,70,000 രൂപ തട്ടിപ്പ് സംഘം അക്കൗണ്ടിലേക്ക് ആവശ്യപ്പെട്ടു എന്ന് ജെറി അമൽദേവ് വ്യക്തമാക്കുന്നു. സൈഫുനീസ അലിയാർ ചേരുന്നു. സൈഫുനീസ, എന്താണ് സംഭവം? എങ്ങനെയാണ് സംഭവം? അരുൺകുമാർ, കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും അത് കേസായി രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയായി നിൽക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഈ സംവിധായകൻ ജെറി അമൽദേവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അതിൽ പറയുന്നത്, ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്, CBI ആണ്, താങ്കളെ ഒരു കേസിൽ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യം ലഭിക്കണമെങ്കിൽ 1,70,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നു. ജെറി അമൽദേവ് അല്പം കൂടിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്, മുതിർന്നൊരു സംഗീത സംവിധായകനുമാണ്. അദ്ദേഹം ഈ കോൾ വന്നപ്പോൾ തന്നെ പരിഭ്രാന്തിയിലായി. അതിനുശേഷം അദ്ദേഹം പച്ചാളത്തുള്ള അദ്ദേഹത്തിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാനായി ഈ ബാങ്കിലേക്ക് പോയി. ഈ ബ്രാഞ്ചിലേക്ക് ചെന്നപ്പോൾ ബാങ്ക് മാനേജർക്ക് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബാങ്കിലേക്ക് ചെന്ന് കയറുന്നത്. ഫോണിൽ കോൾ കട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. കോൾ കട്ട് ചെയ്താലേ ഇത്തരം അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുമെന്ന് ബാങ്ക് മാനേജർ പറയുകയും, എന്നിട്ടും ജെറി അമൽദേവ് ഫോൺ കട്ട് ചെയ്യാൻ തയ്യാറാകാതെ ഈ തട്ടിപ്പുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബാങ്ക് മാനേജർ തന്നെ പേപ്പറിൽ ഇത് തട്ടിപ്പായിരിക്കുമെന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഇദ്ദേഹം കോൾ കട്ടുകയും ഇവർ നോർത്ത് പോലീസിൽ വിവരം പറയുകയും നോർത്ത് പോലീസിലെ സ്റ്റേഷൻ SI എത്തുകയും ഇദ്ദേഹം ഇത് തട്ടിപ്പ് സംഘമാണ് എന്ന് പറയുകയും ചെയ്തതാണ്. ഈ അടുത്തിടെ തന്നെ ഈ ഒരു 70 വയസ്സുകാരൻ്റെ 70 ലക്ഷം രൂപയോളം ആണ് ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എന്ന പേരിൽ തട്ടിപ്പ് സംഘം തട്ടിയത്. ജെറി അമൽദേവ് ഈ ബാങ്ക് മാനേജറുടെയും SIയുടെയും ആ സമയത്തെ ഒരു നിർണായക ഇടപെടലിലൂടെയാണ് ഈ ഇത്രയും രൂപ നഷ്ടപ്പെടാതെ എന്തായാലും പരാതി ഇപ്പോൾ നോർത്ത് പോലീസിലെ പരിഗണനയിലാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവർ സമീപിക്കുന്നത്. നിങ്ങളെ ഇത് ഡിജിറ്റലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് CBI സംഘം പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? തീർച്ചയായും ഈ വീഡിയോ കോൾ ചെയ്താണ് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്ന് അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പോലീസ് ഇദ്ദേഹത്തെ അറിയിച്ചു. ഒരു അന്വേഷണ ഏജൻസി പ്രത്യേകിച്ച് ഡിജിറ്റൽ അറസ്റ്റ് വാട്സപ്പ് കോൾ വഴിയോ അതല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തൊന്നും ഡിജിറ്റൽ അറസ്റ്റ് ആയിട്ടൊന്നും രേഖപ്പെടുത്തുകയില്ല, ഇത് തട്ടിപ്പ് സംഘമാണ് എന്ന് പറയുകയും, അതിനുശേഷം ഇത് അന്വേഷിച്ചപ്പോൾ ഒരു ജനതാ സേവ എന്ന പേരിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇതെന്ന്. ഇത് ഈ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു SBI അക്കൗണ്ടാണ്. SBIയിൽ നോർത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ജനതാ സേവ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിലേക്കാണ് താങ്കളുടെ പണം പോകാൻ പോകുന്നതെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അറിയിക്കുകയും അതിനുശേഷമാണ് ഇദ്ദേഹം ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഈ പണം അയക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത്. എന്തായാലും ഈ പോലീസിനെയും ഒപ്പം തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും ഒരു അവസരോചിതമായ ഇടപെടലിലൂടെയാണ് ഈ പണം നഷ്ടമാകാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സൈഫുനീസ പറയുന്നത് പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു കോൾ വരും, യു ആർ അണ്ടർ അറസ്റ്റ്, നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇന്ന ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്ന സംസ്ഥാനത്ത് നിന്നും ഇന്ന ഇത്ര രൂപയിൽ മയക്കുമരുന്ന് കടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വർണം കടത്തിയിരിക്കുന്നു, നിങ്ങൾ വളരെ ഡൂബിയസ് ആയ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡിജിറ്റലി അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിങ്ങളെ സമീപിക്കുക. മാത്രമല്ല സൈഫുനീസ, ഇവർ ഈ വീഡിയോയിൽ ഈ ഉദ്യോഗസ്ഥരാണെന്ന് ഭാവിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് ആയിരിക്കുമല്ലേ ഇരിക്കുന്നതും? തീർച്ചയായും ആ രീതിയിലാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നത്. ഇത് തട്ടിപ്പ് വ്യാപകമാണ്. നമ്മൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ അടുത്തിടെ 4 കേസുകളിലായി മാത്രം 15 കോടിയിലധികം രൂപയാണ് തട്ടിയിരിക്കുന്നത്. ഒരു 73 വയസ്സുള്ള ഒരാളുടെ 70 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടെ പണം തട്ടുകയും ചെയ്തത്. അതായത് ഇതെല്ലാം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പേരിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പേരും വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരും ഒരു പരിഭ്രാന്തിയിലാകും. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ മുതിർന്ന ഒരാളുകൾ, ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ഒരാളുകളോട് പെട്ടെന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് പരിഭ്രാന്തിയിലാകുമല്ലോ. പെട്ടെന്ന് പണം അടച്ച് നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്തായാലും രക്ഷപ്പെട്ടു പോകാം എന്നുള്ളതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും ഇവരെ ഭയപ്പെടുത്തുന്നത്. പെട്ടെന്ന് കുട്ടികളെ പോലെ ആകുമല്ലോ ഒരു പ്രായം കഴിയുമ്പോൾ ആളുകൾ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പരിഭ്രാന്തി ഊരിയേക്കാം എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ വരികയും ചെയ്യും. സൈഫുനീസ സൂചിപ്പിച്ചതുപോലെ 50 വയസ്സ് പിന്നിട്ടവരെയാണ് ഇവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്കി ചെറുപ്പക്കാരുടെ താങ്കളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോയി പണിയൊക്കെ പോയി എന്ന് പറയും.
പക്ഷേ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെടുത്ത് പറയും മിസ്റ്റർ മാധവൻ നായരാണോ, മിസ്റ്റർ സെയ്ഫാണോ, മിസ്റ്റർ മാത്യു തോമസ് ആണോ, താങ്കളെ ഇതാ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, താങ്കളുടെ ചില ഇടപാടുകളിൽ സംശയമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാർ എന്ന് പറഞ്ഞ് നിൽക്കാതെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, പ്രായമായവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെയൊക്കെ ഫോൺ കോളിലേക്ക് താങ്കളുടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സെറ്റൊക്കെ ഇട്ട് ഒരു പോലീസ് സ്റ്റേഷൻ്റെയോ CBIയുടെയോ ഓഫീസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യുക. ഞാൻ CBI ഓഫീസർ മിസ്റ്റർ മൽഹോത്ര അല്ലെങ്കിൽ മിസ്റ്റർ ഗുപ്ത എന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം, അത്രേ ഉള്ളൂ. CBIക്ക് അങ്ങനെ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. മാത്രമല്ല CBIക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ കേസ് എങ്ങനെ നിങ്ങൾക്കെതിരെ എടുക്കാനാവുക? നിങ്ങൾക്കൊരു FIR ഇടണം, ആ കേസ് ഏതെങ്കിലും സ്ഥലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം, ഇതൊക്കെ നടക്കണം, എന്നാലേ നടക്കൂ. അപ്പോൾ ഫോണിൽ വന്നു എന്ന് കരുതി ഒരു കാരണവശാലും ഈ ചങ്ങാതിമാരുടെ നമ്പറിലേക്ക് കയ്യിൽ കിടക്കുന്ന പൈസ എടുത്ത് ഇട്ട് കൊടുത്തേക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ് കേട്ടോ, പക്ഷേ നമ്മളെ പറ്റിക്കാനും വളരെ എളുപ്പമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10-70 ലക്ഷം രൂപയൊക്കെ ഈ CBI ഉദ്യോഗസ്ഥരാണെന്ന് ചമഞ്ഞു വരുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാവേണ്ട. ഇമെയിലായിട്ടായിരിക്കും ചിലപ്പോൾ സന്ദേശം വരിക, ചിലപ്പോൾ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും, ചിലപ്പോൾ അത് വാട്സപ്പായിട്ട് വരും, വീഡിയോ കോൾ ആയിട്ട് വരും. ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത്. ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരം അറിയിക്കുക. അപ്പോൾ എല്ലാവരും പ്രത്യേകം സൂക്ഷിക്കുക. തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ വളരെ സജീവമാണ്.